Namaskaram സുഹൃത്തുക്കളെ. Imagine this situation. 50 years ago, most of the people in India depend only on agriculture for their livelihood. But today, what do we see? IT companies, online businesses, banking services, transport networks, tourism. This means the Indian economy has changed a lot over the time. This change is what we call growth and transformation of Indian economy. Today, India is one of the biggest IT powers in the world. How did this transformation happen? Let's understand in the simplest way. ഇന്ന് നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ബാങ്കിംഗ് സേവനങ്ങൾ, IT കമ്പനികൾ, വലിയ നഗരങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഇന്ത്യ ഒരു ശക്തമായ സാമ്പത്തിക രാജ്യമായി മാറിയതായി നമുക്ക് തോന്നുന്നില്ലേ? പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ പിന്നോക്കമായിരുന്നു. ജനങ്ങളുടെ ഭൂരിഭാഗവും കൃഷി ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യ എങ്ങനെ ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറി? അതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ ആദ്യാവസാനം തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്റർ മനസ്സിലാക്കുവാനും കൂടാതെ പരീക്ഷയ്ക്ക് തയ്യാറാകുവാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകും മുന്നേ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. You must know the 3 stages of economic activity. The first one is production അല്ലെങ്കിൽ ഉൽപാദനം. The second one is distribution അല്ലെങ്കിൽ വിതരണം. Third one is consumption അല്ലെങ്കിൽ ഉപഭോഗം. These are the 3 stages of economic activity. Now, let's understand them in detail. The first one, production അല്ലെങ്കിൽ ഉൽപാദനം. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ. അതായത് ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളെയുമാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫാമിംഗ്, നമ്മൾ കൃഷി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വിതരണം ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ പ്രൊഡക്ഷൻ കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാരാഷ്ട്രയിലെ ഒരു ഫാക്ടറിയിൽ ദിവസേന 100 കണക്കിന് കാറുകൾ നിർമ്മിക്കപ്പെടുന്നു. അത് അവിടെ തന്നെ കെട്ടിക്കിടന്നാലോ? രാജ്യത്തിനകത്തും പുറത്തുമായി അത് വിതരണം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത്. സോ അതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ തേർഡ് സ്റ്റേജ് ഈസ് കൺസംഷൻ, ഉപഭോഗം. സേവന സാധന സാമഗ്രികളുടെ ഉൽപ്പാദനവും വിതരണവും പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ഘടകമാണ് അവയുടെ ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം. അതായത് നമ്മൾ മുന്നേ പറഞ്ഞ വിതരണം ചെയ്യപ്പെട്ട കാറുകൾ അവ രാജ്യത്തിനകത്തും പുറത്തുമായി ഷോറൂമുകളിൽ തന്നെ കിടന്നാലോ? അവ വാങ്ങാൻ ആളുകൾ ഉണ്ടാവേണ്ടേ? അതാണ് കൺസംഷൻ അല്ലെങ്കിൽ ഉപഭോഗം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ദീസ് 3 സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഈസ് വെരി മച്ച് ക്ലിയർ ഫോർ യു. ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ഇക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച. സോ ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഫോർ എ ടൈം ഈസ് കോൾഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടായിരിക്കണം. അത് അളക്കാൻ ഒരു തോതുണ്ടായിരിക്കണം. സോ അതിനെയാണ് GDP എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. So the economic growth is measured by GDP. GDP അല്ലെങ്കിൽ gross domestic product is the monetary value of all goods and services produced within the domestic territory of a country in an year. ഒരു വർഷത്തിനുള്ളിൽ രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് അല്ലെങ്കിൽ GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സൈസ് ഓഫ് എൻ എക്കോണമി. സോ ദ ഹൈ പ്രൊഡക്ഷൻ മീൻസ് ഹയർ എക്കണോമിക് ഗ്രോത്ത് എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അളക്കാൻ ഉപയോഗിക്കുന്ന തോതാണ് GDP എന്ന് നമ്മൾ കണ്ടു. അത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തെയാണ് കാണിക്കുന്നത്. ഒരു രാജ്യത്ത് കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ആ രാജ്യത്തിന് കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു. കാരണം ആ രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്നത് ഒരു രാജ്യത്തിൻ്റെ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒരു വർഷത്തിൽ എത്രത്തോളം വർദ്ധിച്ചു എന്നത് കണക്കാക്കുന്ന നിരക്കാണ്. അത് പറയുന്നത്
ഈ വർഷത്തെ GDP കഴിഞ്ഞ വർഷത്തെ GDPയോട് താരതമ്യം ചെയ്യുമ്പോൾ എത്ര ശതമാനം വർധനവാണ് അതിൽ വന്നിരിക്കുന്നത് എന്നതാണ്. അതിനാലാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് സാധാരണയായി ശതമാനത്തിൽ അളക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എത്ര വേഗത്തിൽ വളരുന്നു എന്ന് കാണിക്കുന്നതാണ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ GDP 2024 100 ലക്ഷം കോടിയാണെങ്കിൽ അത് 2025 ആയപ്പോഴേക്കും 108 ലക്ഷം കോടിയായി. അപ്പോൾ GDP 8% വർദ്ധിച്ചു. ആയതിനാൽ ആ രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8%. പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. PCI അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. പെർ ക്യാപിറ്റ ഇൻകം എന്നത് ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിക്ക് ശരാശരിയായി ലഭിക്കുന്ന വരുമാനമാണ്, അതായത് ആവറേജ് ഇൻകം. ഇത് കണക്കാക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പരിഗണിക്കുന്നത്. ഒന്ന് നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം. രണ്ടാമത്തേത് പോപ്പുലേഷൻ, ടോട്ടൽ പോപ്പുലേഷൻ, ആ രാജ്യത്തെ ജനസംഖ്യ. അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനത്തെ ആ രാജ്യത്തെ ജനസംഖ്യയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹരിക്കുമ്പോഴാണ് നമുക്ക് PCI അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം 100 കോടിയാണ് എന്ന് കരുതുക. അവിടുത്തെ ജനസംഖ്യയോ 10 ലക്ഷം. അപ്പോൾ 100 കോടിയെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്നത് 10,000. അർത്ഥം ശരാശരി ആ രാജ്യത്ത് ഒരാൾക്ക് 10,000 രൂപ വരുമാനം ലഭിക്കുന്നു എന്ന് കരുതാം. പെർ ക്യാപിറ്റ ഇൻകം സാധാരണയായി ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്നത് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യാൻ വേണ്ടി പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്യാറുണ്ട്. മറ്റൊന്ന്, ഒരു രാജ്യത്തിന്റെ വളർച്ച വ്യത്യസ്ത കാലയളവുകളിൽ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കുവാനും പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്യാറുണ്ട്. മറ്റൊന്ന്, ജനങ്ങളുടെ ശരാശരി വരുമാനം മനസ്സിലാക്കുവാനും പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്യുന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്നത് ഒരു രാജ്യത്തെ ശരാശരി വരുമാനം കാണിക്കുന്ന ഒരു നല്ല സൂചികയാണ്. എന്നാൽ അതിന് ചില പരിമിതികളുമുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇത് ഒരു ശരാശരി വരുമാനം മാത്രമാണ് കാണിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഒരുപോലെ വരുമാനം ലഭിക്കുന്നുണ്ടോ എന്ന് ഇത് കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ഗ്രാമത്തിൽ 5 പേരുണ്ടെന്ന് കരുതുക. അതിൽ 4 പേരുടെയും വരുമാനം 10,000 രൂപ മാത്രമാണ്. എന്നാൽ 5-ാമത്തെ ആളുടെ വരുമാനം 50,000 രൂപയാണ്. അപ്പോൾ അവിടെ മൊത്ത വരുമാനമായിട്ട് കണക്കാക്കുന്നത് 90,000 രൂപ. അതിന്റെ ആവറേജ് നമ്മൾ കണക്കാക്കുമ്പോൾ 18,000 രൂപയാണ് ഓരോ ആൾക്കും ലഭിക്കുന്ന വരുമാനം. പക്ഷേ അതിൽ 4 പേർക്ക് 10,000 രൂപ മാത്രമേ ആക്ച്വൽ ഇൻകം ഉള്ളൂ, ഒരാളുടേത് 50,000 രൂപയാണ്. സോ അതിനാൽ PCI ഒരു യഥാർത്ഥ വരുമാനം നമ്മെ കാണിക്കുന്നില്ല, അത് അതിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നു. അതിനോട് ചേർത്ത് തന്നെ വായിക്കേണ്ട മറ്റൊരു ഷോർട്ട് കമ്മിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരായ്മയാണ് വരുമാന അസമത്വം അത് കാണിക്കുന്നില്ല എന്നത്. PCI ഉപയോഗിച്ച് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ച് സമ്പത്ത് ഒരു രാജ്യത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. അതായത് ഒരു രാജ്യത്ത് ചിലർ സമ്പന്നരാണ്, മറ്റു ചിലർ വളരെ ദരിദ്രരാണ്. എന്നാലും ശരാശരി കണക്കിൽ അത് ഒരിക്കലും കാണിക്കുന്നില്ല. ആയതിനാൽ ഇൻകം ഇൻഇക്വാലിറ്റി മനസ്സിലാക്കാൻ PCI കൊണ്ട് മാത്രം മതിയാകില്ല. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ മറ്റൊരു പോരായ്മയാണ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ് ആണ് ദേശീയ വരുമാന കണക്കിന്റെ പരിമിതികൾ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാൽക്കുലേഷനെയും ബാധിക്കുമെന്നത്. കാരണം പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ വരുന്ന ഏത് പോരായ്മയും അത് പെർ ക്യാപിറ്റ ഇൻകത്തെയും ബാധിക്കും. മറ്റൊരു പോരായ്മയാണ് ജീവിത നിലവാരം ഒരിക്കലും പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. PCI ജനങ്ങളുടെ ജീവിത നിലവാരം ഒരിക്കലും വ്യക്തമാക്കുന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു രാജ്യത്തിന് PCI ചിലപ്പോൾ ഉയർന്നിരിക്കാം, പക്ഷെ അവിടെ നല്ല ആശുപത്രികൾ ഉണ്ടാവണമെന്നില്ല, നല്ല വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാവണമെന്നില്ല, ശുദ്ധജലത്തിന്റെ അഭാവം ഉണ്ടാകാം. എങ്കിൽ ആ രാജ്യത്തെ ആളുകളുടെ ജീവിത നിലവാരം നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനാൽ വികസനം അളക്കാൻ HDI പോലെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ പോരായ്മകൾ. ഇവ നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കുവാൻ വേണ്ടി വെറും 4 ലെറ്റേഴ്സ് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വയ്ക്കുക. അവയാണ് AINQ. A എന്നത് ആവറേജ് ഇൻകം ഓൺലി, അത് ശരാശരി വരുമാനം മാത്രമാണ് കാണിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം. I എന്നത് ഇൻഇക്വാലിറ്റി നോട്ട് ഷോൺ, വരുമാന അസമത്വം ഒരിക്കലും കാണിക്കുന്നില്ല. അതായത് എല്ലാവർക്കും ഒരേ വരുമാനമല്ല ഒരു രാജ്യത്ത് ലഭിക്കുന്നത്, അതൊരിക്കലും PCIയിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. N എന്നത് നാഷണൽ ഇൻകം ലിമിറ്റേഷൻസ്, അതായത് ദേശീയ വരുമാന കണക്കിന്റെ എന്ത് പരിമിതിയും പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാൽക്കുലേഷനെയും ബാധിക്കും. Q എന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് നോട്ട് മെഷേർഡ്, ഒരു രാജ്യത്തെ ജീവിത നിലവാര ഘടകങ്ങൾ ഒരിക്കലും പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് നമുക്ക് അളക്കാൻ സാധിക്കില്ല. അടുത്തതായി ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, യു മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. So economic growth is achieved when production of goods and services is increased. It focuses on income.
and it can be measured in GDP. On the other hand, economic development is improvement in quality of life and focus on welfare. It can be measured using social indicators. ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതാണ്. അതായത് ഒരു രാജ്യത്ത് ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, നല്ല ആരോഗ്യ സൗകര്യങ്ങൾ ഉണ്ടാവുക, നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാവുക, ദാരിദ്ര്യം കുറയുക, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക. ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വികസനം എന്ന് നമ്മൾ പറയുന്നു. ലളിതമായി പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുമ്പോൾ അതിനെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നു. The main goal of an economy is public welfare, which means improving living standards, creating better physical and material conditions for people, providing basic facilities.